കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മൂകാഭിനയ മത്സരത്തിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുത്തത് നാടുമായി ബന്ധപ്പെട്ട പ്രമേയം. ചരിത്രം അടയാളപ്പെടുത്തിയ സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിതകഥയാണ് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ചത്. അതേസമയം ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം മൂകാഭിനയ വിധി നിർണയത്തിൽ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ മൂകാഭിനയ മത്സരത്തിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുത്ത പ്രമേയം ശ്രദ്ധേയമായി. പാവങ്ങളുടെ പട്ടിണി അകറ്റാൻ പണവും പണ്ടവുമുള്ളവന്റെ മുതൽ കവർന്നു നൽകിയതിലൂടെ ചരിത്രം അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിതകഥയാണ് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. കഥയായി കേട്ടറിഞ്ഞതും ചലച്ചിത്രത്തിൽ കണ്ടതുമായ കൊച്ചുണ്ണിയെയാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. തൃശ്ശൂരിൽ നിന്നുള്ള കലാഭവൻ സുമേഷും മലപ്പുറത്തു നിന്നുള്ള പരീക്ഷിത് ആർഎസുമായിരുന്നു പരിശീലകർ. മൂകാഭിനയ മത്സരം മൊത്തത്തിൽ മികച്ച നിലവാരം പുലർത്തി. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് മൂകാഭിനയ വേദിയിൽ കുട്ടികൾ അവതരിപ്പിച്ചത്. അതേസമയം ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ മാത്രം നടത്തുന്ന മൂകാഭിനയത്തിന്റെ വിധി നിർണയത്തിൽ പരാതിയുണ്ടെന്ന ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. നിയമങ്ങൾ പാലിക്കാത്തവർക്ക് പോലും എ ഗ്രേഡ് നൽകിയെന്നാണ് പ്രധാന പരാതി. മത്സരിച്ച 9 ടീമിനും എ ഗ്രേഡാണ് നൽകിയത്. എന്നാൽ ടീമുകൾ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 12-ൽ കൂടുതലുമാണ്. മൂകാഭിനയത്തിൽ ഒരു സമയം 6 പേർ മാത്രമാണ് വേദിയിൽ ഉണ്ടാവേണ്ടത്. 7 പേർ ഒരേ സമയം വന്ന ടീമിനും എ ഗ്രേഡ് നൽകിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സമയക്രമമായ 5 മിനിറ്റിൽ കൂടിയ പ്രകടനം അയോഗ്യരാക്കണമെന്ന് ഉള്ളപ്പോൾ അതിനും എ ഗ്രേഡാണ് നൽകിയത്. പ്രോപ്പർട്ടികൾ ഉപയോഗിക്കരുതെന്ന നിയമവും മിക്ക ടീമുകളും പാലിച്ചിട്ടില്ല. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമായും പരാതിയുമായി രംഗത്തെത്തിയത്. പരാതി പറയാൻ ബന്ധപ്പെട്ട ഓഫീസിലെത്തിയ തങ്ങളെ പുറത്താക്കിയതായും വിദ്യാർത്ഥികൾ പറയുന്നു. അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.